ഇസ്രായേൽ മന്ത്രിസഭയിലെ വലിയ രീതിയിലുള്ള ഒരു വലിയ ഭിന്നത പുറത്തു വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ഹീബ്രു മാധ്യമങ്ങൾ, ഇസ്രായേലിൻ്റെ മാധ്യമങ്ങൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ചുകൂട്ടിയ അടിയന്തര ക്യാബിനറ്റ് യോഗം, മന്ത്രിസഭാ യോഗത്തിൽ കടുത്ത ഭിന്നതയുണ്ടായി. 6 മണിക്കൂർ യോഗം നീണ്ടുനിന്നു. സൈനിക തലവൻ ഇയാൾ സമീർ തന്നെ അതിശക്തമായിട്ടുള്ള എതിർപ്പാണ് രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട്, സൈനിക തലവനെ അനുകൂലിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രി അടക്കം പലരും രംഗത്ത് വന്നു. അതിനെ ചൊല്ലി രണ്ട് പക്ഷമായി മന്ത്രിസഭ തിരിഞ്ഞു. രണ്ട് പക്ഷവും വോട്ടിനിടാൻ നിർബന്ധിച്ചു. പക്ഷെ വോട്ടിനിടാൻ തയ്യാറായില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസയിലെ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന വാദമാണ് ഉയർത്തിയത്. സൈനിക തലവൻ പറഞ്ഞത് അവിടെ വെടിനിർത്തൽ വേണം, 60 ദിവസത്തെ വെടിനിർത്തൽ നടത്തി അവിടുത്തെ ബന്ദികളെ രക്ഷപ്പെടുത്തണം, ഇല്ലെങ്കിൽ ബന്ദികളൊക്കെ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടാവും. 2, ഇപ്പം ഗസ സിറ്റി പിടിക്കാനുള്ള ആക്രമണം അതിശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഗസ സിറ്റി വീഴും, അത് വീണ് കഴിഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടി വരും. അങ്ങനെ ഗസ പിടിച്ചടക്കിയാൽ ആര് ഭരിക്കും? ഒരു രാജ്യവും അല്ലെങ്കിൽ മറ്റു ആരും ഇത് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. അതിൻ്റെ നിയന്ത്രണം സൈന്യത്തിൻ്റെ കയ്യിലാവും. സൈന്യം തന്നെ ഉത്തരവാദിത്തം. അവിടുത്തെ 23 ലക്ഷം ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയും അവരുടെ സംരക്ഷണം ഇസ്രായേലി സൈന്യം ഏറ്റെടുക്കേണ്ടി വരും. ഇത് വല്ലാത്ത രീതിയിലുള്ള ആപത്തുണ്ടാക്കും. വലിയ രീതിയിലുള്ള ഒളിപ്പോരാട്ടവും വലിയ ഇതൊക്കെ തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന് സൈനിക തലവൻ പറഞ്ഞു. സൈനിക തലവനെ അവിടുത്തെ ഫാർ റൈറ്റ് ആയിട്ടുള്ള വലതുപക്ഷ തീവ്രവാദി സിയോണിസ്റ്റുകൾ മന്ത്രികൾ പറഞ്ഞത് നിങ്ങൾ ഭീരുവാണ്, ഫൈറ്റ് ചെയ്യാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം മറുഭാഗത്താണെങ്കിൽ ഇത് വെടിനിർത്തൽ നടത്തണം. ഇസ്രായേലിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ബന്ദികളുടെ മോചനം ആവശ്യപ്പെട്ട് സമരത്തിലാണ്. പക്ഷേ രണ്ടിൻ്റെ ഇടയിൽ നിന്ന് ഇദ്ദേഹം, പ്രത്യേകിച്ച് ഒരുപക്ഷെ അത് വോട്ടിനിട്ടിരുന്നെങ്കിൽ വെടിനിർത്തലിന് അനുകൂലമായിട്ട് വോട്ട് വീഴുമെന്ന് കണ്ടപ്പോഴാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി വോട്ടിനിടാതെ ഈ സൈനിക തലവൻ്റെ പദ്ധതി, വെടിനിർത്തൽ പദ്ധതി തള്ളിക്കളഞ്ഞത്. ഇസ്രായേൽ മന്ത്രിസഭയിലെ വലിയ രീതിയിലുള്ള ഒരു വലിയ ഭിന്നത പുറത്തു വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ഹീബ്രു മാധ്യമങ്ങൾ, ഇസ്രായേലിൻ്റെ മാധ്യമങ്ങൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ചുകൂട്ടിയ അടിയന്തര ക്യാബിനറ്റ് യോഗം, മന്ത്രിസഭാ യോഗത്തിൽ കടുത്ത ഭിന്നതയുണ്ടായി. 6 മണിക്കൂർ യോഗം നീണ്ടുനിന്നു. സൈനിക തലവൻ ഇയാൾ സമീർ തന്നെ അതിശക്തമായിട്ടുള്ള എതിർപ്പാണ് രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട്, സൈനിക തലവനെ അനുകൂലിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രി അടക്കം പലരും രംഗത്ത് വന്നു. അതിനെ ചൊല്ലി രണ്ട് പക്ഷമായി മന്ത്രിസഭ തിരിഞ്ഞു. രണ്ട് പക്ഷവും വോട്ടിനിടാൻ നിർബന്ധിച്ചു. പക്ഷെ വോട്ടിനിടാൻ തയ്യാറായില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി